Hi, hello dear students. Welcome back to Future Plus Academy, Srinathanagu Open University. MA English students in the third semester paper ആയിട്ടുള്ള English for academic purpose അല്ലെ എന്നുള്ള പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ എടുത്തു. ഇത്തിരി വലുപ്പമുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു. പക്ഷെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അക്കാഡമിക് റൈറ്റിംഗ്സിന് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ. ഇവിടെ നമ്മൾ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 നമ്മൾ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ദാറ്റ് ഈസ് എസെൻഷ്യൽ സ്കിൽസ് ഫോർ എഫക്റ്റീവ് റൈറ്റിംഗ്. ഓക്കെ, എസെൻഷ്യൽ സ്കിൽസ് ഫോർ എഫക്റ്റീവ് അക്കാഡമിക് റൈറ്റിംഗ് കേട്ടോ. എസെൻഷ്യൽ സ്കിൽസ് ഫോർ എഫക്റ്റീവ് അക്കാഡമിക് റൈറ്റിംഗ്. അപ്പൊ നമ്മൾ ഇത്ര നേരം ബേസിക് ആയിട്ടുള്ള അക്കാഡമിക് റൈറ്റിംഗിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കാഡമിക് റൈറ്റിംഗിന്റെ എഫക്റ്റീവ് വേനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ സ്കിൽ ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നതാണ് എറർ ഡിറ്റക്ഷൻ. നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് ഇനി കൂടുതൽ പഠിക്കുന്നതാണ്, കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം അല്ലെ. ഓക്കെ, എറർ ഡിറ്റക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രാമർ തെറ്റിക്കാൻ പാടില്ല. അക്കാഡമിക് റൈറ്റിംഗിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ചെറിയ മിസ്റ്റേക്ക് പോലും, സ്മോൾ എറർ പോലും വലിയ തെറ്റുകൾക്ക് കാരണമാകാം എന്ന് പറയുന്നുണ്ട്. എനി മിസ്റ്റേക്സ് ക്യാൻ ഡാമേജ് യുവർ ക്രെഡിബിലിറ്റി. നമ്മുടെ ക്രെഡിബിലിറ്റിനെ അത് ബാധിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ആൻഡ് ഓൾസോ എനി മിസ്റ്റേക്സ് ക്യാൻ so for academic text meticulous error detection is essential. We have to utilize both manual and automated methods to catch grammatical and punctuation error. Okay, reading aloud catches error എന്ന് പറയുന്നു. റീഡിങ് അലോud catches error എന്ന് പറയുന്നു. സോ നമ്മൾ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രൂഫ് റീഡിങ്ങിന്റെ ഒക്കെ സമയമാകുമ്പോൾ, എഡിറ്റിംഗിന്റെ ഒക്കെ സമയമാകുമ്പോൾ നമ്മളോട് പറയുന്നത് ഒച്ചത്തിൽ വായിക്കാനാണ്. വേറൊരാൾക്ക് നമ്മൾ ചെയ്ത സാധനത്തിന്റെ ഒരു ടെക്സ്റ്റിന്റെ തെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മറ്റുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് അയാളോട് ഉച്ചത്തിൽ വായിക്കാൻ പറയും. അപ്പൊ റീഡിങ് അലോud catches errors എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഒച്ചയിൽ വായിക്കുന്ന സമയത്ത്